എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ട്രിപ്പ് വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പോകുന്നു കേട്ടോ, പട്ടായം നമ്മൾ പോകുന്നു. ഇനി നാളെ മുതൽ നമ്മൾ ബാങ്കോക്കിലാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ റൂമിലേക്കില്ല വഴിയാണത്. അപ്പോൾ റൂം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റൂമിൻ്റെ പോലെയല്ല, ഒന്നുകൂടി നല്ല അടിപൊളി റൂമാണ് നമുക്ക് നമ്മുടെ ഗോൾഡൻ പാലസ് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. 1204 നമ്മളെ റൂം കേട്ടോ. വരൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. റൂം സ്വാഭാവികമായിട്ടും സെൻട്രലൈസ്ഡ് AC ആണ്. നമ്മൾ റൂം ലോക്ക് ആക്കുക. ഈ ലോക്ക് കാണിച്ചു കൊടുത്താൽ, അതായത് ഇവിടെ ഈ ലോക്കിന് ശേഷം നമുക്കിത് അവിടെ വേറൊരു ലോക്കും കൂടെ സെറ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ വെച്ചിട്ട് വിടുക. അപ്പോൾ ലോക്കായി, റൂം ലോക്കായി. അപ്പോൾ ഇങ്ങനെ നമ്മൾ റൂമിലേക്ക് എൻ്റർ ചെയ്ത് ആദ്യം തന്നെ ഇവിടെ വലിയൊരു ഫുള്ള് ഗ്ലാസ് ഉണ്ട്. ചുരുക്കൊക്കെ ഉണ്ടെങ്കിലൊക്കെ അവിടെ ചുരുക്കൊക്കാം. പിന്നെ ഇവിടെ ഒരു അലമാര. ഈ അലമാരയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിന്ന റൂമിൽ പോലെ തന്നെ നമുക്ക് രാത്രി ഇടാനുള്ള ഡ്രസ്സ് കാര്യങ്ങൾ, പിന്നെ അയൺ ബോക്സ് ഉണ്ട്, അയൺ ചെയ്യലുള്ള സംഭവം, പിന്നെ ചെരുപ്പ്. പിന്നെ ഇവിടെ എല്ലാ ഒരു 4 സ്റ്റാർ ഹോട്ടലും കാര്യങ്ങളൊക്കെ എന്തായാലും ഉള്ളൊരു സാധനമാണ് ഈ ലോക്കർ സെറ്റപ്പ് കിട്ടുക. കാരണം പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള നമ്മളെ പാസ്പോർട്ട് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് തന്നെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ലോക്കറിൽ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഗൈഡൊക്കെ പറഞ്ഞു ഇവിടെ അല്ലേ ലോക്കൽ ഗൈഡാണ്. അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഇവിടെ ബാങ്കോക്കിൽ കുറച്ചൊക്കെ ഒരു പിക്ക് പോക്കറ്റ് അടിക്കാരൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ വളരെ സേഫായിട്ട് സൂക്ഷിക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇത് ബാത്റൂം കേട്ടോ. ബാത്റൂം ഉണ്ടായാലും ഇതിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങാൻ തോന്നും, അങ്ങനത്തെ ബാത്റൂമാണ്. അതെന്ന് വെച്ചാൽ ഇതാണ് ബാത്റൂമിൻ്റെ. അതായത് ഇവിടെ നമുക്ക് ഷവർ ചെയ്യാൻ ഇതൊരു സെപ്പറേറ്റ് ഏരിയ. പിന്നെ നമുക്ക് ഷവർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട ഓരോ സാധനങ്ങൾ, കണ്ടീഷണർ, ഷവർ ജെല്ല്, ഷാമ്പു, അങ്ങനെ ഓരോ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ടവലൊക്കെ അവിടെ തന്നെ അവർ ഫിക്സ് ചെയ്ത് തന്നു. പിന്നെ ഇതാക്കണേ ബാത്റൂം അങ്ങനെ ടർക്കി കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി അല്ലേ. ഇതവിടെ സോപ്പ് കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇനി മിററും ആണെങ്കിൽ അത് പോരെങ്കിൽ അവിടെ വേറൊരു മിററുണ്ട്. അതൊന്നും പോരാത്ത ആളുകൾക്ക് ആ മിറർ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ബാത്റൂമിലൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ. ചില സ്ഥലത്ത് ഇവിടെ പബ്ലിക് സ്ഥലത്തൊക്കെ പിന്നെ വെള്ളങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഇതാണ് നമ്മളെ റൂം കേട്ടോ. റൂമിൻ്റെ ഒരു ഇതാണ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടോ. റൂമും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ചെയ്തിരിക്കണേ. ഇവിടെ കാണിച്ചാൽ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അതായത് ഇതിലിപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്, ഇത് വെള്ളം കേട്ടോ. നല്ല ഇതെന്തോ ഒരു പ്രീമിയം വെള്ളമൊക്കെ, മറ്റേ സോഡ കുപ്പിയിൽ വലിയ കുപ്പിയിലൊക്കെയാണ് ഇത്. മറ്റേ ഓപ്പണർ ഉപയോഗിച്ച് ഓപ്പൺ ആക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ആണാവോ, ഇത് നോക്കണം. ഏതായാലും ഇവിടുന്ന് ആയതുകൊണ്ടേ നമ്മൾ എല്ലാം വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഇത്തവർ കോംപ്ലിമെൻറ്റ്സ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കണം. ഓക്കെ. പിന്നെ ഗ്ലാസ്, കപ്പ്, അതെന്തൊക്കെ സാധനങ്ങളാണിത്. കോഫി മേറ്റ്, നെസ്ലേൻ്റെ, പിന്നെ ചായപ്പൊടികളുണ്ട്, ഷുഗർ, വൈറ്റ് ഷുഗർ, ബ്രൗൺ ഷുഗർ, പിന്നെ എന്തൊക്കെയാണ് വേറെ എന്തൊക്കെയാ, ടീ പൊടി, ജാസ്മിൻ ഗ്രീൻ ടീൻ്റെ പൊടി ഉണ്ട്. ഇതെന്താണോ അല്ലേ, ബോൺ കഫേ റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ട് കോഫി ക്യാപ്സ്യൂൾ. കോഫി ഉണ്ടാക്കണമെങ്കിൽ പിന്നെ ഒരു പീനട്ട് വന്നിരിക്കുന്നത്. ഇതെന്തിനടി? കോഫി മേക്കറാണോ? ഓക്കെ, ഒരു കോഫി മേക്കർ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ ഒരു അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ നമ്മളെ ഫ്രീസറിലാക്കണ പെപ്സി ഉണ്ട്. പിന്നെ ലെമൺ സോഡ, ഇവിടുത്തെ വേറെ ഡ്രിങ്ക്. ഇതെന്താണ്, സിംഗാറിനിട്ട് ഇത് ഇവരെ ഒരു എന്തോ ബിയർ എന്തോണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഉപയോഗമല്ല. അപ്പോൾ അത് നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള നമ്മളെ 7-up പെപ്സിയൊക്കെ നമ്മൾ എടുക്കും. പിന്നെ അത് 3 കുപ്പി വെള്ളം, ഒരു വലിയ ബോട്ടിലും ഉണ്ട്, 2 ചെറുത്. ഇതൊക്കെ കോംപ്ലിമെൻ്റ് ആയിട്ട് അവർ ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ റൂം സെറ്റപ്പ്. ഓക്കെ. പിന്നെ ഇനി അങ്ങോട്ട് വന്നാൽ അവിടെ ഒരു TV ഉണ്ട്. പിന്നെന്താ, ഇതെന്താ സംഭവം, സ്വീറ്റ്സ് അല്ലേ. 3 വ്യത്യസ്ത തരം കളറിലുള്ള കുക്കീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട് കേട്ടോ. സംഭവങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് റൂം. ഇതാണ് നമ്മുടെ റൂം. അതേപോലെ ഇവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. ഇനി രാവിലെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അറിയില്ല. എന്തായാലും ഇത് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ താഴത്തേക്ക് തോന്നുന്നു. കാരണം അവിടെ ഒരു ബാരിക്കേഡൊന്നും കാണാനില്ല. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റലുണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മളെ റൂമിൻ്റെ ഇവിടെ നിന്നുള്ള ബാൽക്കണി വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളെ റൂമിൻ്റെ അവിടെ നിന്നുള്ള ബാൽക്കണി വ്യൂ കേട്ടോ. എന്നിട്ട് ഇറങ്ങാൻ പറ്റുമില്ല രാവിലെ നോക്കിയിട്ട് പറയാം. അതെന്താ വെച്ചാൽ നമ്മൾ 12th ഫ്ലോറിലല്ല കേട്ടോ ഈ ഹോട്ടലിൻ്റെ. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമ്മളെ റൂമിൽ നിന്ന് നോക്കിയാൽ തന്നെ ബാങ്കോക്ക് സിറ്റിൻ്റെ ഒരുവിധം ടൗണ് കാര്യങ്ങൾ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് കാണുന്നുണ്ട്.
അതായത് ഇതിലേറെ വലിയ ഹൈറ്റിലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് തോന്നുന്നത് 30ഉം അതിലേറെ നിലകൾ വരുന്ന ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. ഭയങ്കര അത് ഇവിടുത്തെ ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസത്തിലായിട്ടാണ് ഇത് ഉണ്ടാക്കിയുള്ളത്. നമ്മൾ ചില ബിൽഡിങ്ങുകൾ കണ്ടപ്പോൾ അന്ത ഇവിടെ ഇന്ന് പോന്നപ്പോൾ തന്നെ അതെന്താ പറയുക ഇങ്ങനെ അത്രയും ഹൈറ്റിൽ ബിൽഡിങ്ങാണ്. എത്ര നിലയുണ്ട് എനിക്കറിയില്ല കേട്ടോ. അതിലിങ്ങനെ കട്ടിങ് കൊടുത്തുക. അതായത് നമുക്കിങ്ങനെ ദൂരെ നോക്കുമ്പോൾ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ തോന്നുക. ബിൽഡിങ്ങിൻ്റെ ഷേപ്പ് തന്നെ അങ്ങനെ മൊത്തത്തിൽ. അപ്പോൾ അത്രയും വലിയ ബിൽഡിങ് അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് രസമായിട്ട് കയറി ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഗൈഡ് പറഞ്ഞെന്ന് ചെയ്ത് ബാങ്കോക്കിലെ ഏറ്റവും വലിയ ഒരു ബിൽഡിംഗ് ആണത്. വലുതുകളിൽ ഒരു ബിൽഡിങ് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് അതേപോലെ വലുത് എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ പുതിയ ഹോട്ടലിൽ എത്തിയത് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് അറ്റ് സ്പൈസ് ഓൾ ഡേ ഡൈനിങ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കണം അവിടെ. അപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏരിയ ഇതാണ് കേട്ടോ. അപ്പോൾ അതിന് തന്നെ നമ്മൾ വരുമ്പോൾ ഇതാ ഇവിടെ എന്താ യോഗട്ട് ഉണ്ട്. ഇത് ഫ്രീസ് ചെയ്ത യോഗട്ട്. പിന്നെ എന്താണ് ചിക്കൻ കോൾഡ് കട്ട്സ്, പോർക്ക് കോൾഡ് കട്ട്സ്, ചീസ്, പിന്നെ അതേമാതിരി കുറേ ഐറ്റംസ്. എന്താ ബ്രൊക്കോളിയോ ഇതൊക്കെ എന്താണോ അല്ലേ, സോയ് മിൽക്ക്, പിന്നെ പാസ്ചറൈസ്ഡ് മിൽക്ക് ചോക്ലേറ്റ്. Teacher, you are from Saudi Arabia. Saudi Arabia. Oh, I was an English teacher. English teacher. English supervisor. Working in Saudi Arabia? Yeah, I was working. Now I'm retired. I'm home. Retired? Yeah, I've retired. I was supervisor. How many years old you have? Me? Oh. You tell me how much. Around 60? 60? 60. 61. Okay. You are up for I am also working as a teacher in Kerala, India. your teacher. Teacher. You are Working as a... You know, even I studied literature, and in our country, when they teach you literature, you don't study math. Oh, But still, I love math. love Max. Why did I study literature? I like scientific subjects, but I've studied literature to learn French because I studied in Kuwait. Kuwait, And okay. if you study literature, they teach you French. Okay. French language. Oh, I am so unconcerned of Okay, learning Nice. languages. nice I to... know just some words like "Tumhara naam kya hai?" Hindi. There are so many Keralites in Saudi Arabia. Of course, Kerala is a beautiful place. Yes. I saw it in TV. So Did you visit Kerala? one day I will visit. Well, okay. I've retired, but I was so busy with my kids and teaching them while they were in the college. Now just one. Last Okay. one is Your good name? my name is Rabah. Mera naam Rabah. Rabba. Rabah. It means for Rabba. Rabah. Okay, nice name. Nice. And you, My wife. beautiful. You have a beautiful wife. Inshallah. Your name? Neswa. Neshwa. Yalla, good luck. Nice to meet you. Thank you. Okay. Nice to meet you. അപ്പോൾ പെട്ടെന്നൊരു സൗദി അറേബ്യൻ താത്താരെ കണ്ട് ബ്യൂട്ടിഫുൾ അറിഞ്ഞതിൻ്റെ പൊലി വൈകാരം ഇത് കടക്കി ഇതെടുക്ക് ഇനിയിപ്പോൾ അത് കാണേണ്ടി വരും കുറച്ച് നേരം. ഉള്ളികൾ വെറൈറ്റി ഐറ്റംസ് ഉള്ളികൾ. ഈ തക്കാളി അടിപൊളി കേട്ടോ. ഈ ചെറിയ തക്കാളി നല്ല രസമാണ്. അതേപോലെ ഈ ക്യാരറ്റ് അല്ലേ. ബാ എവിടെ അവിടുന്ന് തുടങ്ങാം. ഇങ്ങോട്ട് വാ. ജ്യൂസസ്, ഗുവാവ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, ഫ്രഷ് മിൽക്ക്. ഞാൻ അതാ കുടിക്കല് കേട്ടോ. പിന്നെ ഇത് തണുത്തോളം. വാ. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെന്താണ്, മറ്റേ ഇതുണ്ടാക്കാൻ എന്താണ്, കോൺഫ്ലേക്സ്. അങ്ങനെ ഇത് പാലൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവം ഉണ്ടാക്കൂലേ. ഇതെന്താണ്, ഡ്രൈ ഫ്രൂട്ട്സ് അല്ലേ. ഇത് നമ്മൾ കഴിച്ചില്ല. പിന്നെ ഇങ്ങനെ കുറേ ഐറ്റംസ്. ബോയിൽഡ് റൈസ് വിത്ത് പോർക്ക്, അതായത് പോർക്കും കഞ്ഞി, അതാണ് ഒരു ഉദ്ദേശം. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് അല്ലേ, സാലഡ്, പൈനാപ്പിള്, വാട്ടർമെലൺ ഉണ്ട്, ഷമാമുണ്ട്, പപ്പായ ഉണ്ട്. വാ നീ ഈ സൈഡ് വന്നാ. എടി ഇതെന്ത് മെഷീനാണ്? പാൻ കേക്ക് മെഷീൻ. ഓക്കെ, എന്താ വാ, കം ഹിയർ. ബ്രെഡ് ഐറ്റംസ് ഏകദേശം നമ്മൾ ഇന്നലെ പോയ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഐറ്റംസ് അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പീനട്ട് ബട്ടർ, ചോക്ലേറ്റ് ജാമ്, ഹാൻഡിൽ ജാമ്, പിന്നെ പൈനാപ്പിൾ ജാമ്, സ്ട്രോബെറി, ഓറഞ്ച് ജാമ്. പിന്നെ ഇതെന്താ സാധനം അല്ലേ, നമ്മൾ അവിടെ ഇല്ലാത്തൊരു ഐറ്റം, ഇതും അവിടെ ഇല്ലാത്തൊരു ഐറ്റം അല്ലേ. ഹായ്, ഷെൽവിൻ ചേട്ടനല്ലേ? എറണാകുളത്ത് നിന്ന് വന്ന അല്ലേ? കണ്ടിട്ടുണ്ടോ? വലിയ ഫാനാണ്. താങ്ക് യു.
അപ്പോൾ ബ്രെഡ് ഐറ്റംസ് കാര്യങ്ങൾ വാ. ഇതാണ് ഡൈനിങ് ഏരിയ കേട്ടോ. ഇവിടെ ഈ ഒരു ഏരിയയാണ് വളരെ മനോഹരമായി ശീതീകരിച്ച ഡൈനിങ് ഏരിയാസ്. വാ. റൊട്ടി ഞാൻ അതാ കൂടുതൽ കഴിച്ചു കേട്ടോ. റൊട്ടി, പിന്നെ ദാൽ തദ്ദ, പിന്നെ ഇതെന്താണ് പോഹ എന്ന് പറഞ്ഞാൽ മറ്റേതല്ലേ ഔലക്കി, എന്താ ഔലക്കി. പിന്നെ റെഡ് കറി വിത്ത് പോർക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൊട്ടിട്ടില്ല. ഈ ചിക്കൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പേരെന്താണ് റോസ്റ്റഡ് ചിക്കൻ ക്രീം സോസ്, പിന്നെ സ്റ്റിർ ഫ്രൈഡ് സീ ഫുഡ് വിത്ത് കറി പൗഡർ, അത് ഞാൻ കഴിച്ച്. അതിൻ്റെ പ്രോൺസാണ് ഞാൻ കൂടുതലെടുത്ത്. പിന്നെ നൂഡിൽസ്, പിന്നെ സ്റ്റീംഡ് റൈസ്, പിന്നെ പച്ചമുട്ട കഴിക്കണ്ടെങ്കിൽ പച്ചമുട്ട കഴിക്കുക. ഇനി സ്റ്റീംഡ് മുട്ടയാണെങ്കിൽ സ്റ്റീംഡ് മുട്ട. വാ, നമ്മളെ ഡൈനിങ് ഏരിയ, നമ്മളെ കുമാരേട്ടനെ കട ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, എങ്ങനെയുണ്ട് ഫുഡ്? സാറല്ലേ, കഴിച്ചില്ലേ? ആ, ഏകദേശം ഇന്നലെ നമ്മൾ അവിടെ കഴിച്ച ഐറ്റംസ് തന്നെ അല്ലേ? ചെറിയ ചെറിയ മാറ്റങ്ങളല്ലേ ഉള്ളൂ അല്ലേ? അത്ര അല്ല. അതെ അതെ, ആ കഴിച്ച്. ഇവിടുന്ന് ഇന്ന് നമ്മളെപ്പോഴാ 11 മണിക്കാ അല്ലേ പറഞ്ഞ്? 11:30. ഓക്കെ. ആ 8 മണിക്കാ. അപ്പോൾ ഇതാക്കണേ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് മറ്റേ എന്താ പറയാ, ഇതിനെന്താ പറയാ, ഫോർക്ക് ഉപയോഗിച്ച് വളരെ, അതായത് ഒരു ഇംഗ്ലീഷ് ടച്ചിലാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ടച്ച് ആണെങ്കിലും ആള് കേരളത്തിലാണ്. ആംബ്ലേറ്റും ബ്രെഡാണ് ഇങ്ങനെ കഴിക്കണം. ആ കൈ കൊണ്ട് വാരി തിന്നാ സുഖം കിട്ടുമ്പോൾ ഇതിന് എന്താ. പക്ഷെ നമ്മൾ ഓരോ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറണം അല്ലേ? അപ്പോൾ ഗായ്സ്, ലിഫ്റ്റ് കയറിയപ്പോൾ ഒരു പൂതി ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണമെന്ന്. അപ്പോൾ അതാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നേരെ ചൊവ്വ നിന്ന് ഒരു ഫോട്ടോ എടുക്കണേക്കാട്ടും നല്ല ഇതാണെന്ന് പറഞ്ഞത്. ഇതൊക്കെയാണ് നല്ലപ്പെട്ട ട്രെൻഡ് നടക്കുന്ന ട്രെൻഡിനൊപ്പം. ഹലോ ഗായ്സ്, കൊച്ചുണ്ണി വ്ളോഗ്സിന്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുമാരേട്ടാ, നമ്മളിവിടുന്ന് പോകുമ്പോൾ കൊച്ചുണ്ണി വ്ളോഗ്സ് ആണ് നമ്മൾ. ഇതാണ് കൊച്ചുണ്ണി കേട്ടോ. അപ്പൊ നമുക്ക് അന്ന് നമ്മൾ എങ്ങോട്ടാ പോണേ? ടെമ്പിളിലേക്ക്, ബുദ്ധ ടെമ്പിൾ. അപ്പൊ ഇന്ന് നമ്മള് ഒരു ഇവിടെ ഉള്ളിലെ ഏറ്റവും നല്ലൊരു ബുദ്ധ ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ബാക്കി നമ്മൾ കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കൊച്ചുണ്ണി പോയി, കൊച്ചുണ്ണി മുഞ്ഞു പോയി. We are from India. Okay. Baba. ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാരത് മാതാ കീ. മൂപ്പത്തിൻ്റെ ഒരു നോട്ടം കണ്ണുക്ക്. ആദ്യം തന്നെ നമുക്ക് പറയല്ലേ ഈ കല്ലിനെ കുറിച്ചാണ്. ഈ കല്ല് നോക്കി ഭയങ്കര മിനുസം. ഇതിങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാൻ തന്നെ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഭയങ്കര സോഫ്റ്റ് മിനുസല്ല കല്ലാണ്. ഇനി മേലെ കാണിക്കുന്ന നല്ല മാർബിൾ കല്ലുകൾ. നമ്മൾ ഏതായാലും ഉള്ളിലും കയറി വെക്കട്ടോ. വാ, ചെരുപ്പ് ഉരിയാക്കണം കേട്ടോ. അവിടെ എന്നോട് അപ്ലൈ പറഞ്ഞ ടോപ്പയും കണ്ട് ഷൂ ഒന്നും ഇടണ്ടാണ്. കമൺ. അപ്പോൾ ഇതാണ് നമ്മളെ ഇവിടുത്തെ ബുദ്ധൻ്റെ ആരാധനാലയം കേട്ടോ. അങ്ങനെ ചെയ്തു പോകണം എൻ്റെ ഒരു രീതി. വാ, എല്ലാവരും അങ്ങനെ ചെയ്തു തരി. അവിടെ നിന്ന് അങ്ങനെ അതിലങ്ങനെ ചെയ്തു തരും. എല്ലാവരും പറഞ്ഞു പറ്റിച്ച്. ആ ഓക്കെ, എല്ലാവരും ചെയ്തു. വാ, ഞാൻ എവിടെയും പോയി ചെയ്യണോ? കമാപ്പ്. കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞ കപ്പിൾസായിട്ട് അത് ഹ്യാഹുവും ഹീഹുവും. അപ്പോൾ അവർ കല്യാണത്തിൻ്റെ സകല ഐശ്വര്യങ്ങൾ വരാൻ വേണ്ടിയാണ്ട് ശ്രീബുദ്ധൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നല്ലൊരു കുടുംബജീവിതം ഇവർക്ക് ഉണ്ടാവട്ടെ. അതേപോലെ കുറേ ആളുകൾ വന്നുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. Same but different. No money, no honey. Honey ഉണ്ടല്ലോ അവിടെ. Good boy goes to
ഹെവൻ, ബാഡ് ബോയ് ഗോസ് ടു ബാങ്കോക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളുള്ളത് ഇപ്പൊ ബാങ്കോക്കിലാണ്. നമ്മളിപ്പോ ഉള്ളത് കൊച്ചിൻ വ്ളോഗുമായി നമ്മൾ ബാങ്കോക്കിലാണ് ഇപ്പോൾ ഉള്ളത്. ടുക്ടുക്കിൽ തന്നെ ടുക്ടുക്കും ഇവിടെ ബാങ്കോക്കും തമ്മിലുള്ളൊരു ആ ഒരു ഇതെന്താണ്? നമ്മൾ ഓട്ടോറിക്ഷയും കേരളം പോലെ തന്നെ ആണ് ടുക്ടുക്കും ബാങ്കോക്കും. ടുക്ടുക്ക് പറഞ്ഞാൽ നല്ല രസമുള്ള വണ്ടി കിട്ടും. അത് ഓട്ടോറിക്ഷ തന്നെയാണ് അല്ലേ? ഓട്ടോറിക്ഷ തന്നെയല്ലേ? ഓട്ടോറിക്ഷ തന്നെ ഫുള്ള് ഫ്രീക്ക് ഓട്ടോറിക്ഷ. അതായത് കുറച്ച് ലെങ്ത് ഒക്കെ കൂടിയ ടൈപ്പ്, അങ്ങനത്തെ ഒരു നല്ല കാണാനൊക്കെ ഒന്നുകൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് ഉള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് വൈകുന്നേരം ഒക്കെ കാണിച്ചു തരാം എല്ലാവർക്കും. ഓക്കെ, ഇങ്ങനെയാണ് ബുദ്ധ ഇരിക്കുക കേട്ടോ. സായിപ്പിന്നെ നോക്കണേ, ഞാൻ ബുദ്ധനെ തെറ്റിദ്ധരിച്ചോ? ഏതാണ് ഈ കൂളി ഗ്ലാസ് വെച്ച ബുദ്ധ ആയിരിക്കോ? അപ്പൊ എങ്ങനെയാട്ടോ ബുദ്ധ ഇരിക്കാല്ലേ? അങ്ങനെ തന്നെ അല്ലേ? കൈ ഇങ്ങനെയല്ലേ? കാലിങ്ങനെ ആക്കും അല്ലേ? എന്നിട്ട് കപ്പിൾസ് ഉണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കണേ. ഈ കപ്പിൾസ് ഇപ്പം എന്താ സംസാരിച്ചുകൊണ്ട് നിൽക്കണ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും? എന്തായിരിക്കും ഈ കപ്പിൾസ് സംസാരിച്ചിട്ടുണ്ടാവുക? ഇപ്പം ഈ ടൈമിൽ നിങ്ങൾ ഗസ് ചെയ്യണം. എന്നിട്ട് ഇനി നമ്മളെ കപ്പിൾസിനോട് ചോദിക്കുക എന്താണ് നിങ്ങൾ സംസാരിച്ചിരുന്നത്. വരും കപ്പിൾസ്, നിങ്ങളിപ്പോൾ എന്താ സംസാരിച്ചിന്? നമ്മള് ഞാൻ ഒരുപാട് പേരെ ഹണിമൂണിന് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊരു ഹണിമൂൺ ഇതുവരെ പോയിട്ടില്ല. പോയിട്ടില്ല. അതായത് 1000 തെങ്ങില്ല നായർക്ക് പല്ലു കുത്ത ഇറുക്കിളില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് നിങ്ങളെ അവസ്ഥ അല്ലേ? അപ്പൊ നിങ്ങളെ പ്ലാൻ ചെയ്യണോ? അപ്പൊ ഇതൊന്നും നിങ്ങളൊരു ഹണിമൂണായിട്ട് കൂട്ടിയില്ല, ട്രെയിലർ. ഓക്കെ, അപ്പൊ അത് വേറെ പ്ലാൻ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ കപ്പിൾസ് ചർച്ച ചെയ്തിരുന്നത്. നമുക്ക് ഇനി വേറെ പ്ലാൻ ചെയ്യണം. അപ്പൊ തൽക്കാലം ഇത്ര പ്ലാൻ ചെയ്താൽ മതി. പുതിയ ബുദ്ധക്ക് എന്താ പറയാനുള്ളത്? ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഈ മൈക്ക് ഓണാണോ ബുദ്ധ? യുവാക്കളെല്ലാം വഴി തെറ്റി പോകുന്നു. എന്താല്ലേ? അപ്പൊ ബുദ്ധനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? യുവാക്കളൊക്കെ നല്ല രീതിയിലേക്ക് മടക്കി വരാൻ നമ്മളിപ്പോ എന്താ ചെയ്യാ ബുദ്ധ? ലഹരി പദാർത്ഥങ്ങൾ വെടിയണം. ഇന്ന് കേരളമാകെ കത്തിക്കൊണ്ടിരിക്കുന്നു. ലഹരിയുടെ ഉപയോഗം മൂലം അമ്മമാരെ അച്ഛന്മാരെയൊക്കെ യുവാക്കൾ തല്ലിക്കൊല്ലുന്നു. വളരെ ഭയാനകമായൊരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും എന്ത് വിലയെടുത്തും ലഹരിക്കെതിരെ നമ്മൾ ഓരോരുത്തരും പോരാടണം. ഇതാണ് ഈ ന്യൂ ജനറേഷൻ കാലത്ത് ബുദ്ധന് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ബാങ്കോക്കിൽ കണ്ടെത്തിയ ഈ മലയാളി ബുദ്ധ പറയുന്നത് ബുദ്ധ ഫ്രം കേരളായി നിലമ്പൂർ കാടിൻ്റെ അടുത്തായിട്ട് വരില്ലേ? കൂറ്റമ്പാറ ബുദ്ധന് പറയാനുള്ളത് ലഹരി വിമുക്ത കേരളം അതാണ് കൂറ്റമ്പാറ സ്വപ്നം കാണുന്ന നാട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി തപസ് ചെയ്യാനും റെഡി ആയിക്കൊണ്ട് ബുദ്ധ ഇനി എത്ര വർഷത്തേക്ക് ഇവിടെ തപസ് ചെയ്യും സർ? എത്ര വർഷം വേണമെങ്കിൽ തപസ് ചെയ്യും. നോമിന് 27 വയസ്സായിരിക്കണു. ഈ 27 വയസ്സിനിടക്ക് നോമ് ഒരു സിഗരറ്റിന്റെ കുറ്റി പോലും നോമിന്റെ ചുണ്ടിൽ സ്പർശിപ്പിച്ചിട്ടില്ല. ഓക്കെ, ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ പറയുന്നത്. അതല്ല ജീവിതം. അങ്ങനെ വളരെ നല്ല സത്യസന്ധമായിട്ടുള്ള ഒരു ജീവിതം ആസ്വദിക്കാൻ യുവാക്കൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. യാത്രകൾ ചെയ്യാം, കൂട്ടുകാരോടൊപ്പം അടിച്ചു പൊളിക്കാം. പക്ഷേ ലഹരി പദാർത്ഥങ്ങൾ വെടിയണം. ഒരു ബുദ്ധ ഒരു സംശയം. ഇപ്പൊ നമ്മളെ ബാക്കിൽ കാണുന്ന ബുദ്ധ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു മാർക്കോ മോഡൽ പാസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ബുദ്ധന് അതേപോലത്തെ എന്തെങ്കിലും പാസ്റ്റ് ഉണ്ടോ? കുറച്ചൊക്കെ മാർക്കോ മോഡൽ പാസ്റ്റ് നമുക്കും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെല്ലാം വെടിഞ്ഞ് സമാധാനത്തിന്റെ പാതയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ അന്നും വയലൻസ് ആയിരുന്നു മെയിൻ ലക്ഷ്യം. വയലൻസ് ആയിരുന്നു നമ്മുടെ ആദ്യത്തെ മെയിൻ ലക്ഷ്യം. അതായത് തെറ്റ് ചെയ്യുന്നവരെ നമ്മൾ വയലൻസിലൂടെ പ്രതിരോധിക്കും. വെട്ടുക, കൊല്ലുക, പ്രതിരോധിക്കും. അതെങ്ങനെ നമ്മൾ പറയുന്നില്ല. ബുദ്ധന്റെ അടുത്ത് ആള് കൂടിയോ? ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ബുദ്ധ അദ്ദേഹത്തിന്റെ സന്യാസം കൈവിടാതെ സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി യുവാക്കളെല്ലാവരും ലഹരി പദാർത്ഥങ്ങൾ വെടിയണം. അപ്പോൾ ടീച്ചറെ, സാറേ, നമ്മുടെ ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടുവെക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ലഹരിന്റെ പ്രശ്നം. ഇപ്പൊ നമ്മൾ പോരിന്റെ 2 ദിവസം മുമ്പേ അമ്മനെ കൊന്ന ആ ഒരു കേസൊക്കെ കേട്ടോ, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മുടെ നാടിന്റെ ശാപമായി മാറിയിരിക്കുന്നതാണ് ഈ ലഹരി പദാർത്ഥം. ഭയങ്കര അല്ലേ? ഇപ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ അതിന് മുകളിലുള്ള അങ്ങും ഇങ്ങോളം എല്ലാ യുവാക്കളും ഇപ്പം ലഹരിക്ക് അടിമയായി. ഇത് ഒരു ഈ തുടർന്ന് പോയാൽ നമ്മുടെ നാട് വലിയൊരു ആപത്തിലേക്കാണ് പോകുന്നത്.
ഇതിന് എന്ത് വന്നാലും നമ്മൾ ചെറുത്ത് നിർത്തണം. അതിന് നമ്മളെ നല്ല മനസ്സിലുള്ള അതിനെന്താ അറിയോ ഞാൻ മനസ്സിലാക്കണം എന്താ ഇപ്പം നമുക്ക് ഈ ജനറേഷൻ്റെ പൾസ് അറിയണോണ്ട് പറയണം കേട്ടോ. അപ്പോൾ അതായത് ഇതൊക്കെ ഉപയോഗിച്ചാലേ ആളുകളുടെ ഇടയിൽ അറ്റൻഷൻ കിട്ടുള്ളൂ. ആളുകളുടെ ഇടയിൽ നമുക്കൊരു വലിയൊരു ആളെ പോലെ ഇത് ഇപ്പം ചെക്കന്മാരൊക്കെ ഇടയിൽ ഉണ്ടാകുന്നൊരു തോന്നൽ ഇതാണ്. നമുക്ക് ഓരോ ഇടയിലേക്ക് അല്ലെങ്കിൽ ഓരോ സ്പേസിലേക്ക് നമുക്ക് അറ്റൻഷൻ കിട്ടണമെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ചാലേ കിട്ടുള്ളൂ. അങ്ങനെ ഒരു മൈൻഡായി കുട്ടികൾക്കൊക്കെ. അതാണ് പ്രശ്നം. ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇപ്പം എനിക്ക് 27 വയസ്സായി. ഇന്ന് വരെ നമുക്കൊരു സിഗരറ്റിൻ്റെ കുറ്റി പോലും ചുണ്ടിലേക്ക് വെക്കേണ്ട ഒരു തോന്നൽ ചിന്ത പോലും വന്നിട്ടില്ല. അതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് ഇതുവരെ തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ലോകത്ത് ഈ ശാപത്തിലേക്ക് കുട്ടികൾ ചെന്ന് പഠിക്കാൻ ഉണ്ടാകുന്ന ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് മാതാപിതാക്കളും കുട്ടികളും നല്ല റിലേഷൻസ് ഈ വീട്ടിൽ കീപ്പ് ചെയ്യുന്നു. വീടുകളിൽ നല്ല റിലേഷൻസ് ഉണ്ടാവണം. എല്ലാവരും ഓരോ ദിവസവും കൂടിയിരുന്ന് അന്നത്തെ ആ കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ കുറച്ച് സമയം അതായത് ആ ഒരു ശീലം ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ടാണ് അല്ലേ. അല്ല പെട്ടെന്ന് ഒറ്റയടിക്ക് നമുക്ക് അതൊരു കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ശരിയാണ്. അവർ ഡിസിപ്ലിന് നമ്മുടെ ആ ലൈഫിൽ കുട്ടികളിൽ കൊണ്ടുവരാൻ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇന്നത്തെ മാതാപിതാക്കൾ സമയമില്ല. അതായത് ഇതിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അച്ഛനും ജോലി ഉണ്ടാവും, അമ്മക്കും ജോലി ഉണ്ടാവും, മക്കൾ വേറെ വഴിക്ക് തമ്മിൽ കാണുന്നില്ല. പറയുമ്പോൾ വലിയ വലിയ ജോലി കേൾക്കാറ് ഡോക്ടർമാരാവും അതാവും ഇതെല്ലാം. പക്ഷെ അപ്പൊ അവിടെ ഫാമിലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലൈഫിന് കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. കുട്ടി ഏതോ ഒരു ലോകത്താണ്. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അല്ല ഇതേപോലുള്ള കേസ് നമ്മൾ ഇപ്പം ഞാൻ സർവീസിൽ കയറിയിട്ട് ആകെ 4-5 വർഷമായിട്ടുള്ളൂ. എൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ ഇങ്ങനത്തെ 2-3-4 കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അച്ഛനും അമ്മക്കും മക്കളെ നോക്കാൻ സമയമില്ല, മക്കൾ ഭയങ്കര ടെൻഷനിലാണ്, പ്രയാസത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ എൻ്റെ ഈ ഒരു കുറഞ്ഞതിൽ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത്രയും വർഷത്തെ സർവീസ് ചെയ്തതിൽ ഒരുപാട് സംഭവങ്ങൾ കേട്ടും അറിഞ്ഞൊക്കെ പരിചയം ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര ഒരു വിപത്താണ് ഈ ഒരു ലഹരി എന്ന് പറഞ്ഞപ്പോൾ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ വാർത്ത കേട്ട് നമ്മൾ ഞെട്ടിപ്പോയി. അമ്മമാരെ അച്ഛന്മാരെയൊക്കെ തല്ലിക്കൊല്ലുക, വെട്ടിക്കൊന്നു. അതെ അതെ, അതായത് സ്വബോധം നഷ്ടപ്പെടുകയാണ്. എയർപോർട്ടിൽ നിന്നാണ് ആ ന്യൂസ്. അതെ 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 ഭയങ്കര. അപ്പൊ എന്ത് വില. അതെ അതെ അതെ, അത് സ്വബോധം നഷ്ടപ്പെടുകയാണ്. അതായത് ഇപ്പം ഞങ്ങളെ സ്കൂളിലല്ല, ഞാനിപ്പോൾ ഈ ഒരു ട്രെയിനിങ്ങിന് പോയിരുന്ന സമയത്ത് ഒരു സ്കൂളിൽ ഒരു കുട്ടീനെ എന്ത് ചെയ്തു. പിന്നെ വേറെയും പ്രശ്നമുണ്ട്, അമ്മ വേറെ അച്ഛൻ വേറെ സെപ്പറേറ്റഡ് ആയിട്ട് സെപ്പറേറ്റിൽ ആ കുട്ടീനെ ബാധിക്കും. ഷുവർ, ഒരു സംശയമല്ല അതില്. 100%. ഇതേമാതിരി ഒരു കുട്ടീൻ്റെ അടുത്ത് ഒരു സിഗരറ്റ് കുറ്റി പിടിച്ചു. സംസർഗം എത്ര നല്ല നമ്മൾ ബന്ധം ഉണ്ടാക്കി ആ സംസർഗത്തിന് നല്ല മോശവും തിരിച്ചറിയാനുള്ളത് അവർക്ക് മനസ്സിലാക്കി കഴിവ്. അതെ, അങ്ങനെ ഈ സിഗരറ്റ് കുറ്റി പിടിച്ചിട്ട് ആ കുട്ടീൻ്റെ അമ്മേനെ സ്കൂളിലേക്ക് വിളിച്ചിട്ട് അമ്മ കുട്ടീനെ ന്യായീകരിക്കുകയാണ്. ഒരു സിഗരറ്റ് കുറ്റി അല്ല പിടിച്ചത്, അതിനിപ്പോൾ ഇത്ര പ്രശ്നമാക്കാണ്ടാകും. അധ്യാപകരോട് ഇങ്ങോട്ട് പറയണം ഈ കുട്ടിയാവും സിഗരറ്റ് കുറ്റിയിൽ തുടങ്ങും, അത് മറ്റു പല ഇതിൽ എത്തും. MDMA വലിയ വലിയ സംഭവങ്ങളിൽ എത്തും. അപ്പം അതെ അതെ, രക്ഷിതാക്കൾക്ക് വലിയൊരു മൈൻഡ് എന്താ വെച്ചാൽ എൻ്റെ കുട്ടി കാക്കക്ക് തൻകുഞ്ഞ് പെൺകുഞ്ഞാണ്, എൻ്റെ കുട്ടി ഒന്നും ചെയ്യൂല എന്നുള്ളൊരു മൈൻഡാണ് ഭൂരിപക്ഷം ആളുകൾക്ക്. എന്നാൽ ശക്തമായി എതിർക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു മൈൻഡ് വെച്ച് വരുന്ന രക്ഷിതാവ് ഈ കുട്ടിക്ക് വളമ ചെയ്തു കൊടുക്കുകയാണ്. അതായത് കുറച്ച് രക്ഷിതാക്കൾക്ക് പേടി ചെറിയ എന്തെങ്കിലും ചെയ്യുമ്പോൾ കുട്ടി ആത്മഹത്യ ചെയ്യും. അതെ അതെ അതെ, അതൊരു പ്രശ്നം. അതെ അതെ, അപ്പൊ അത് ചെറുപ്പം മുതലേ 6 മാസം കുഞ്ഞ് ശരിക്ക് അല്ലേ ഈ കുട്ടികളൊക്കെ അടിക്കേണ്ട പ്രായത്ത് അടിച്ചും അല്ലേ, ചീത്ത പറയേണ്ട സമയത്ത് ചീത്ത പറഞ്ഞ് വളർത്തുക. അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ പോലെ മൈൻഡ് ഡൗൺ ആവുകയാണ്. അല്ലെങ്കിൽ ചെറിയൊരു വഴക്ക് പിന്നീട് കേൾക്കുമ്പോഴേക്ക് അല്ലേ വലുതാവുമ്പോൾ അത് കേൾക്കുമ്പോഴേക്കും ഒരു ഡൗൺ ആവുകയാണ്. അപ്പൊ അതൊക്കെ ചെറുപ്പം മുതലേ ഇതൊക്കെ കിട്ടേണ്ട സമയത്ത് എല്ലാം കിട്ടിക്കൊണ്ടിരണം. അതെ അതെ അതെ, കുറച്ചൊക്കെ വേദനയും ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞാണ്ട് തന്നെ വളർന്നു വരണം അല്ലേ. അത് ചെറുപ്പത്തിൽ തന്നെ വരണം, ഒന്നുമില്ല പറയുന്നൊക്കെ വാങ്ങിക്കൊടുക്കണം. അതിന് കടം വാങ്ങിയിട്ടാലും വാങ്ങിക്കൊടുക്കും. അതെ അതെ, ഒരു പ്രയാസം അറിയിക്കാതെയാണ് വളർത്തുന്നത്. അപ്പൊ അതൊരു ആപത്താണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് അടക്കം ഇതിനടക്കം അടിമപ്പെട്ട് നമ്മൾ വാർത്ത നല്ല എല്ലാ ഫീൽഡിലും ഉണ്ട്. അപ്പം എല്ലാവരും അവനവന് ഈ ഒരു ബോധം വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു കുടുംബം നമുക്ക് ജീവിതം ആസ്വദിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. നല്ല നല്ല യാത്രകൾ പോവാം, കൂട്ടുകാരായിട്ട് അടിച്ചു പൊളിക്കുക അല്ലേ, അതൊക്കെ നല്ല മാർഗങ്ങളിൽ. സേ നോ ടു ഡ്രഗ്സ് അല്ലേ, അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ പറയലുണ്ട്, എന്നാലാവുന്നു ഇതൊക്കെ എല്ലാവരോടും നമ്മളെ സർക്കിളിലൊക്കെ നമ്മൾ പറയലുണ്ട്. അതെ അതെ, കച്ചവടക്കാരുണ്ട്.
മുട്ടായികളിലടക്കാണ് ഈ മയക്കുമരുന്ന് കൊടുക്കുന്നത്. അതെ അതെ അതെ, അതിൽ കൂടിയാണ് കുട്ടികൾ ഇതിലേക്ക് അഡിക്റ്റ് ആവണത്. ശരിയാണ്. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യണം, ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മൾ തമാശ കാര്യങ്ങളൊക്കെ പറയുന്നത് തമാശ, സീരിയസ് ആയി പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കണം. ഓക്കെ, ഹലോ ഗായ്സ്, അജ്ജും പെട്ടിക്കണിതില് ഗോൾഡൻ ബുദ്ധ തായ്ലൻഡ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം. ഇത് പിന്നാണല്ലേ, എനിക്ക് തലയിൽ കുത്ത. ആ, എൻ്റെ ഫോട്ടോ ഉണ്ട്, അപ്പം എനിക്ക് ഐശ്വര്യം വരും. ആണോ? സേഫ്റ്റി പിന്നാണ്, ഇങ്ങനെ കുത്തിയേക്കാം. ആണോ തലയിൽ കുത്താന്? ഭാഗ്യം വേണ്ട. ഇങ്ങനൊക്കെ ഒരു ടോക്കൻ എനിക്ക് എങ്ങനെ ഇട്ടോ? ഇത് നമ്മൾ വാങ്ങിയില്ലെങ്കിൽ പോലെ എന്താ കാട്ടുക? പക്ഷെ ഇത് പറിക്കാൻ കിട്ടണല്ല, ഫിക്സഡ് സാധനം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ബാങ്കോക്കിലെ വേറൊരു ടെമ്പിൾ കടയിൽ വന്നിരിക്കണത്, അതിൻ്റെ കവാടാണിത്. അതായത് മാർബിൾ ടെമ്പിൾ എന്ന് പറയും കേട്ടോ. മാർബിൾ ടെമ്പിൾ നല്ല അടിപൊളി ഒരു ടെമ്പിളാണ്, കാണിച്ചു തരാം. അതിൻ്റെ എൻട്രൻസ് ആണിത് കേട്ടോ. ഓ ഹേ കൊച്ചുണ്ണി, സെറ്റല്ലേ? ഇതിൻ്റെ പേരെന്താണ്? മാർബിൾ ടെമ്പിൾ അല്ലേ? ഫേമസ് മാർബിൾ ടെമ്പിൾ ഇൻ ബാങ്കോക്ക് സിറ്റി ഓഫ് ബാങ്കോക്ക്. ഒരുപാട് സായിപ്പന്മാരും സായിപ്പത്തികളൊക്കെ ഉണ്ട്. എന്താ രസല്ലേ, അടിപൊളിയായിട്ട് ഇവരിത് ഉണ്ടാക്കിയിട്ടുണ്ടോ. മാർബിൾ ടെമ്പിളിൻ്റെ ഫ്രണ്ട് വ്യൂ ആട്ടത്. മാർബിൾ ടെമ്പിളിൻ്റെ ഉൾഭാഗം ബുദ്ധൻ്റെ ടെമ്പിൾ തന്നെ കേട്ടതും. നല്ല കാറ്റിട്ടോടെ. ഇതാണ് ബുദ്ധ ടെമ്പിളിൻ്റെ മറ്റൊരു വശം. ഇതിൻ്റെ 4 ഭാഗവും ആണെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ടപ്പോൾ ഇതേപോലെ തന്നെ അല്ലേനോ. ഇപ്പം എൻ്റെ ബാക്ക് ഭാഗമാണ്, ഈ 2 സൈഡും കൂടി കാണാണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ടെമ്പിളുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ സംഭവങ്ങൾ കേട്ടോ. എന്താ വൃത്തിയില്ലേ, നല്ല വൃത്തിയുള്ള ഏരിയ. അതാണ് നമ്മൾ ടെമ്പിളിൻ്റെ വ്യൂ ആണത്. ഇതാണ് ഏരിയ കേട്ടോ, നല്ല അടിപൊളിയായിട്ട്. എന്താ രസമല്ലേ കാണാൻ. ബാങ്കോക്കിലിട്ടത്, ബാങ്കോക്ക് സിറ്റി ഓഫ് ബാങ്കോക്ക്. ഇതൊക്കെ അതിൽപ്പെട്ട സ്ഥലങ്ങളാണ്. നോക്കിയാൽ എന്താ വൃത്തി, നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടിറക്കുന്നുണ്ട് ഇവരിത്. അതായത് നമ്മൾ ഈ നോട്ട് പുസ്തകത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ചിത്രത്തിലൊക്കെ ഇങ്ങനെ കാണൂലേ, ചട്ടമ്മലൊക്കെ കാണൂലേ, അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളും ബിൽഡിങ്ങുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അത് നമ്മൾ ടെമ്പിളിൻ്റെ സൈഡ് വ്യൂ ആണത്. അങ്ങനെ നോക്കിയാൽ കാണാം. ഇതിലങ്ങനെ നടക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട് നടക്കാൻ, അങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആകത്തൊക്കെ വ്യൂ. ഇതാണ് കേട്ടോ ഈ ഒരു ടെമ്പിളിൻ്റെ എല്ലാ ആംഗിളിൽ നിന്നും ഉള്ളൊരു വ്യൂ ആണ്. നശ്വാ അതെ വരുന്നേ. ഈ ടെമ്പിളിന് പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഇപ്പോഴത്തെ പേരെന്താ അറിയോ? എന്താണ്, എന്ത് ടെമ്പിളാണ് ഇപ്പോഴത്തെ പേരെന്താണ് ഇതിൻ്റെ? ഇപ്പം എന്ത് ടെമ്പിൾ പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണേ? മാർബിൾ ടെമ്പിൾ. ഇങ്ങോട്ട് വാ. ഇനി ഇതിൽ ഇതെന്താണ് സാധനം? ആമ്പലത് ലോട്ടസ്. ഈ ലോട്ടസ് വിരിയും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ പേര്, അതായത് ഇതിന് 6 മാസം ഒരു പേരും 6 മാസം വേറൊരു പേരുമാണ് കാര്യം. ഇതിഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് ലോട്ടസ് ടെമ്പിൾ എന്നാവും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടി. ഓക്കെ, ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി മുതൽ എല്ലാ ഇന്റർനാഷണൽ ട്രിപ്പുകളും നമ്മൾ ലീഡ് ചെയ്യുവാണെങ്കിൽ ക്യാമറമാനായിട്ട് നശ്വിനെയും ഞാനും പോരാ അല്ലേ? അബുക്ക് അല്ലെങ്കിൽ അബുക്ക് അറിയട്ടെ, ഓക്കെ അറിയില്ലേനെ ഞാൻ പറഞ്ഞു കൊടുക്കേനി. ഇപ്പൊ ഇതിന്റെ പേര് മാർബിൾ ടെമ്പിൾ അല്ലേ? ഞാൻ അതിലാക്കണ ലോട്ടസ് ഉണ്ടാവുന്നുണ്ട്. അത് വിരിഞ്ഞ ഇതിന്റെ പേര് ലോട്ടസ് ടെമ്പിൾ ആണ്ടോ? ഞാൻ പറയുന്നതിന് പിന്നെ ആ ബുക്ക് പറഞ്ഞു. ഇനി എങ്ങനെ മെസ്സേജ് കൂടെ
ഡൽഹിയിലൊക്കെ ഉള്ള 6 മാസം ഇപ്പം കശ്മീർ കണ്ടില്ലേ, ക്യാപിറ്റൽ 6 മാസം ഒരു സ്ഥലം, 6 മാസം വേറൊരു സ്ഥലമാണ്. അതേപോലെ 6 മാസം ഒരു പേര്, 6 മാസം കഴിഞ്ഞ വേറൊരു പേര്. പണ്ടത്തെ അത് മാറിപ്പോ ഇപ്പൊ ഒന്നെയാക്കിയോ? യൂണിയൻ ടെറിട്ടറി അല്ലേ? അപ്പൊ ഒറ്റ ഒന്നാക്കി. ആദ്യം ജമ്മു അതിന് ക്യാപിറ്റൽ 6 മാസം, പിന്നെ ശ്രീനഗർ 6 മാസം ക്യാപിറ്റൽ, സമ്മർ ക്യാപിറ്റൽ, വിന്ററിലൊരു സ്ഥലം ക്യാപിറ്റലും സമ്മറിലും അങ്ങനെ. ഇപ്പൊ ഒക്കെ മാറ്റി ഒന്നാക്കി. നിങ്ങള് ഷെറിൻത കേരളത്തിൽ നിന്നില്ലേ? അതെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് സന്തോഷം. നിങ്ങൾ എങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നല്ലേ ഇത് കെട്ടി? നാട്ടിൽ വിമാനത്തിൽ വന്നത്? ശരി. ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. നിങ്ങൾ ഏത് വഴി പോകുന്നത്? നേപ്പാൾ അങ്ങനെ വഴി. ഞങ്ങൾ വെറ്റിരി തുപ്പിപ്പാടം വഴി, പിന്നെ ചിറാപ്പൂഞ്ചി കൂടെ അങ്ങനെ നേരെ അങ്ങോട്ട് തായ്ലൻഡിലേക്ക് എത്തി. അടിപൊളി ഉഷാറ്, നല്ല വ്യൂ തന്നെ. ആ ഒരു വഴിക്ക് ഇങ്ങനെ പോരുമ്പോ ഭയങ്കര ഇതേന് കണ്ട അങ്ങനെ പോകുന്ന. ഏകദേശം സ്കൈ ഡൈവ് ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് അങ്ങനെ പോകുന്നു. ഇത് നിങ്ങളെ ചെറുതായിട്ട് കല്യാണം കഴിച്ച ഒരു ബന്ധമുണ്ട്. ഓക്കെ എന്നാ ആയിക്കോട്ടെ, നിങ്ങൾ പോയിക്കോട്ടെ. കാണണ്ടോ? കണ്ടത് സന്തോഷം. ഓക്കെ ബൈ. അപ്പോൾ സുഹൃത്തുക്കളെ, ഏകദേശം എൻ്റെ ഒരു 1500 ബാത്ത് കളഞ്ഞിട്ടില്ല നിർത്താണെങ്കിൽ നിർത്താം. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഫ്ലോട്ടി മാർക്കറ്റിൽ നിന്ന് കുറേ സാധനങ്ങൾ ബോസ് വാങ്ങിക്കണേ. അപ്പം തന്നെ ഞാൻ പറഞ്ഞാണ് ഇവിടെ നല്ല റേറ്റ് കൂടുതലേക്കാരെന്നൊക്കെ. എന്നിട്ട് ഇപ്പം നമ്മളിവിടെ ബാങ്കോക്കിൽ ഫ്ലോട്ടി മാർക്കറ്റ് പട്ടയിലാട്ടോ. അപ്പോൾ ബാങ്കോക്ക് ഒരു മാർക്കറ്റിലേക്ക് വന്നാണ്. ഇന്നലെ അവിടെ വാങ്ങിയ സാധനത്തിൻ്റെ ഒക്കെ പകുതി പൈസ. ഇന്നലെ അവിടെ 300 ബാത്ത് പറഞ്ഞ ഇവിടെ 150 ബാത്ത്, 200 ബാത്ത് പറഞ്ഞ ഇവിടെ 100 ബാത്ത്. സെയിം സാധനം, ഒരു മാറ്റം വരാത്ത സാധനങ്ങൾ കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ പൈസ കളഞ്ഞാണ്ടില്ല നിർത്താണ്. എങ്ങനെയുണ്ട്? ഹാപ്പി അല്ലേ? അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ മാതിരി എൻ്റെ ഒരു 1000-1500 ബാത്ത് പോയിണ്ടാവും. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നപ്പം ആകെ കൊണ്ടുവന്ന ഒരു 3500-4000 ബാത്തും കൊണ്ട് അങ്ങോട്ട് പോകും നിൽക്കണത്. അപ്പോൾ ഫ്ലോട്ടി മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയാണ്ട് ഒക്കെ ഡബിൾ പൈസ കേട്ടോ. അവിടെ നമ്മളിവിടെ കമ്പയർ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇനി തായ്ലൻഡിലേക്ക് വരുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്യരുത്. ബാങ്കോക്കിൽ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ട് കുറേ മാർക്കറ്റുകൾ, നേരെ പകുതി പൈസ ഇവിടെ ഉള്ളൂ. അവിടെ 300 ബാത്ത് പറഞ്ഞാൽ ഇവിടെ 150 ബാത്ത്. അപ്പോൾ അത്രയും മാറ്റമുള്ളത്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി ഒരു പർച്ചേസിങ്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ പർച്ചേസ്. ഇജ്ജ വാങ്ങിയത് ഫ്ലോട്ടി മാർക്കറ്റ് എന്നെ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവിടെ നിർത്താ പറഞ്ഞേ. ഞാൻ പറഞ്ഞു സങ്കടം ഒന്നും കാര്യമല്ല. അതെന്താരോ അത് ഓരോരുത്തരുടെ അനുഭവം വേണം. ഇനി എന്താ ഇവിടെ വന്നാ അഭിനെ ഇവിടെ വന്നാ എവിടെ നിന്ന് കുറെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതായിരിക്കും ഈ ബാഗ് ആർക്കാണ്? അനക്ക് ഇങ്ങനെ ബാഗിന്റെ ആവശ്യമില്ലല്ലോ. ഉറപ്പാണോ? അനിയത്തിക്ക് കൊടുക്കുന്ന വീഡിയോയിൽ ക്യാച്ച് തരണോ? ആ കവറുണ്ടോ? ഇനിതോ ഈ കവറത്തോ? ഏത് ഫ്രണ്ട്സിന്? അങ്ങനെ ഒരു ഫ്രണ്ട്സ് ആരാനിക്കില്ല. ഫ്രണ്ട്സിന്റെ പേര് പറയണം. ഏത് ഫ്രണ്ടിനാണ്? ആയിക്കോട്ടെ, എന്നാ ഫ്രണ്ടിന്റെ പേര് പറയും. വ്ളോഗിൽ വരൂല. കട്ട് ചെയ്യും. അലീനക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. അലീന ആരാണ്? ക്ലോസ് ഫ്രണ്ട് ആണ്. അപ്പൊ അലീന എന്ന് പറഞ്ഞ ക്ലോസ് ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി 1500 ബാത്ത്, മൈ 1500 ബാത്ത് വേസ്റ്റഡ് സക്സസ്ഫുള്ളി. താങ്ക് യു. അറിയില്ലല്ലോ പറഞ്ഞാൽ അത് മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക. എല്ലാവർക്കും വാങ്ങണ്ടൊക്കെ വാങ്ങണം, പിന്നെ പർച്ചേസിങ്ങിന് സമയം തരില്ല പറഞ്ഞതാരാ? അത് സാൽക്ക. അങ്ങനെ എന്തെങ്കിലും പറയുമ്പോ അതിനെ പോയി എടുക്കലല്ലോ. ഞാൻ അങ്ങനെയല്ല പോവാണോ? ഞങ്ങള് നാളെ രാത്രി. നിങ്ങളോ? നാളെ അല്ലേ? ഇന്ന് രാത്രി. ശരി, ആയിക്കോട്ടെ. ചത കാണട്ടോ. അസ്സലാമലൈക്കും. പോരി. നാട്ടിൽ നിന്ന് എഴുന്നേരം. ആയിക്കോട്ടെ. നാട്ടിൽ നിന്ന് എഴുന്നേരം കാണാം. എന്താണ് ചെറുത് 100, വലുതിന് 60. എന്നാ പിന്നെ വലുത് വാങ്ങിയാ പോരെ? 4-1. പക്ഷെ വലിപ്പം കൂടുതലുണ്ടല്ലോ. കമ്പോഡിയൊക്കെ വില കൂടുതൽ. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആണോ മാഡം? മോളെ
നമ്മൾ കുറേക്കൊന്നും പോകാനായില്ല. വാ വാ പോവാ. കം നഷ്വാ കം. എനിക്കിവിടെ വേറെ സാധനം വാങ്ങാണ്ട്. വാ ഇങ്ങോട്ട് വാ. ഇല്ല അതെ, പെട്ടിക്ക് നമ്മളെതിരാണ്. ഇത് വാങ്ങിയാലോ അല്ലെങ്കിൽ ഓ ഹന കണ്ടത് ഇപ്പൊ പാക്ക് ചെയ്ത് വാങ്ങിണ്ടാവും. ഹൗ മെനി റുപ്പീസ് ഫോർ ദിസ്? 5,000 baht. Full costume. Yeah, together you can go home. Okay. ഇതും 5,000 ബാത്തും കൊടുത്ത് ഞാൻ അതൊക്കെ വാങ്ങിച്ചെന്നല്ലേ വാപ്പ ഇറങ്ങടാ അവിടെ നിന്ന് പറയും. For 10,000 baht. 10,000 ബാത്താണ് ഇപ്പൊ ഡിസ്കൗണ്ട് ഉണ്ട്. 5,000 ബാത്തിന് 50% ഓഫ്. ഈ ചെറിയ പ്രായത്തിന് എത്ര വരും? സെയിം കോസ്റ്റ്. You buy like take your country. അപ്പൊ കുട്ടിപ്രേതാണെങ്കിലും വലിയ പ്രേതാണെങ്കിലും ഒക്കെ സെയിം കോസ്റ്റ് എന്നാ പറഞ്ഞത് കേട്ടോ. വാ ക്രിസ്മസ് കഴിഞ്ഞിക്കണല്ലോ, പിന്നെന്താ ക്രിസ്മസ് ഡ്രസ്സൊക്കെ എവിടെ? അവിടെ കണ്ടാ അത്ര മതി. വാ പോ. ഷൂവിന്റെ സെയിം കളക്ഷൻസ്. What size you want? Okay, please wait. I want to check first. Okay. Because this is Good quality. yeah, good quality. This one very high quality. High quality. Okay. കാരണം തവളം കേട്ടോ കാത്തു. ഷൂവിന്റെ കിഡിലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ പർച്ചേസ് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകാനുള്ള പരിപാടികൾ നോക്കിയിട്ട് അതിലാണ് ഞാൻ എന്ത് കണ്ടത്, ഒരു കപ്പിൾസിൻ്റെ ഡാൻസ് കണ്ടത്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞപ്പോൾ കപ്പിൾസ് ഡാൻസ് ഒക്കെ നിർത്തി ടുക്. അപ്പോൾ നമ്മളെ പർച്ചേസ് കാര്യങ്ങൾ കഴിഞ്ഞ് അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഇതാ കുറേ എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. എനിക്ക് പേടി എന്താ നമുക്ക് പോകുമ്പോൾ മറ്റേ ടാക്സുകാർ പൊക്കുമാവോ, കസ്റ്റംസുകാർ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന്, കാരണം ടാക്സ് ഇറക്കണമെന്നൊക്കെ പറഞ്ഞാണ് എന്തൊക്കെയാണ് വാങ്ങിക്കണേ. സാധനം വാങ്ങിക്കണം. ഞാൻ പറയുമ്പോൾ ഇത് നമ്മളെ ഫ്ലൈറ്റിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓള് വാങ്ങിയ സാധനങ്ങൾ നമ്മളെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ കഴിയും തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ യാത്രക്കാരെ ഇറക്കിയിട്ട് സാധനങ്ങൾ മാത്രമേ ഫ്ലൈറ്റ് വിടേണ്ടി വരും. ഏതായാലും അപ്പോൾ ഏതായാലും നോക്കുക, ഇനി അതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ അടക്കാനുള്ള പരിപാടികൾ നോക്കട്ടെ ഗൈസ്. അപ്പോൾ യാത്ര വളരെ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ദിവസം കൂടി നമുക്ക് ബാക്കിയുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് അബുക്കാക്ക് ഈ വന്ന ഞങ്ങളെ പോലെ യാത്രക്കാരെ കുറിച്ച് ഗോൾഡൻ പാലസിന്റെ പ്രതിനിധി എന്ന നിലക്ക് എന്താ പറയല്ലേ? സയൽക്ക് എവിടെ നിന്നാണ്? ഗോൾഡൻ പാലസിന്റെ പ്രതിനിധി എന്നുള്ള നിലക്ക് ഞങ്ങളെ പോലെ യാത്രക്കാരെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായമായിരുന്നു. നമ്മളുടെ കൂടെ എനിക്ക് തോന്നുന്നു കാസർഗോഡ് കണ്ണൂരില്ലല്ലോ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ തിരുവനന്തപുരം വരെയുള്ള എല്ലാവരും നല്ല രസമായിട്ട് എല്ലാവരും നല്ല ആളുകളായിരുന്നു. സാധാരണ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പ് ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞ പോലെ ഒരു മോഡ ഉണ്ടാവും, ഒരാള് എങ്ങനെയെങ്കിലും മുട ഉണ്ടാവും. മുടയാണ് എണ്ണാന്ന് പറഞ്ഞിട്ട് ഓക്കെ, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. എല്ലാം ഉഷാറായിട്ട് അടിപൊളി. അതെ നമ്മളെ ഫസ്റ്റ് ടൈം യാത്ര ചെയ്യുന്ന ആളുകള്, ഫസ്റ്റ് ടൈം ഇന്റർനാഷണൽ യാത്ര ചെയ്യുന്ന ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് കയറുന്ന ആളുകള്, അപ്പൊ അങ്ങനെ പല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു. എങ്ങനെ പ്രശ്നങ്ങൾ പല തരത്തിൽ വരും. അത് ഇങ്ങനത്തെ ഒരുപാട് ആളുകളിൽ എല്ലാത്തിലും വരും. അത് വരും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാറുണ്ട്, പ്രത്യേകിച്ച് യൂത്ത് മാത്രമാകുമ്പോഴൊക്കെ അല്ലേ. ഇതിപ്പോ ഇങ്ങനെ ഫാമിലി ഇതൊക്കെ ആകുമ്പോ പിന്നെ അതിൻ്റെതായ പ്രശ്നങ്ങള് അങ്ങനെയാണ്. അതെ, അടിപൊളി അല്ലേ? ഇന്നലെ രാത്രി ഡാൻസ് ഒക്കെ അല്ലേ, തകർക്ക് കുമാരേട്ടനൊക്കെ ഫുൾ എല്ലാം മറന്ന് എൻജോയ് ചെയ്ത്. അപ്പൊ ഇനിയിപ്പോ നാളെ അവരോട് എൻജോയ് ചെയ്തോന്നുള്ളത്. അതെ എങ്ങനെയുണ്ടായി? ഞാൻ ഡാൻസ് ഒന്നും കളിച്ചില്ല. ജീവിതത്തിൽ ആദ്യമായി ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലോ ചേച്ചി. എവിടെ
ചിത്രേച്ചിയെ ജീവിതത്തിൽ ആദ്യമായി ഇന്നലെ ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞേ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ ഞാൻ എന്താ പറയണ്ടേ മോനെ, ഇത്രയും വർഷത്തെ അധ്യാപക ജീവിതത്തിൽ വരെ ഒരു ഡാൻസ് കളിച്ചിട്ടില്ല. ഇല്ല, പക്ഷെ ഇന്നലെ കളിച്ചു അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പി 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 അല്ലേ? എന്താ പറയല്ലേ? നല്ല എക്സ്പീരിയൻസ് ആയി. ഞാൻ അതായത് പണ്ടേ ശ്രമിക്കായിരുന്നു തോന്നി, വളരെ നല്ല പണ്ടേ എൻജോയ് ചെയ്യായിരുന്നു. അത് നഷ്ടപ്പെട്ട പോവായിരുന്നു തോന്നി. നമുക്ക് അതിനൊന്നും ചാൻസ് കിട്ടില്ല. 19 വയസ്സിലെ ടീച്ചറായി, പിന്നെ അപ്പോഴാ ചാൻസ്, ഒന്നും ചാൻസ് അയ്യോ പ്രൊഫഷണൽ ഡാൻസർമാരായി എനിക്ക് തോന്നി. ഓരോ ചുവടുവെപ്പും ഒന്നും എൻ്റെ കയ്യിൽ ചുരിദാറിന്റെ ഷാല് ഷൂ ഞാൻ എന്ത് ചെയ്യും, രണ്ടും വെച്ചിട്ട് ഞാൻ കളിച്ചു. അല്ലാതെ എൻജോയ് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ തുല്യതാണ്. അപ്പൊ ഏതായാലും നാളെ ഒരു ദിവസം കൂടെ ഞങ്ങൾ ട്രിപ്പിൽ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പൊ പരമാവധി എല്ലാവരും ഇപ്പൊ ഇന്നിപ്പോ പർച്ചേസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുക അല്ലേ? എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ ഒരു ദിവസം കൂടെ ഉണ്ട് അല്ലേ? നല്ല നല്ല കുറച്ചും കൂടി പ്ലാൻസ് നമുക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ ഇന്നും നാളെയും കൂടെ നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണാം. കാര്യങ്ങളെല്ലാം വീഡിയോയിൽ വരും, എല്ലാം വരും, അതൊക്കെ വരും, എല്ലാം വരും, എല്ലാം വരും. കാരണം എന്താ വെച്ചാൽ നമ്മള് തായ്ലൻഡ് ട്രിപ്പിന്റെ ഓരോ ദിവസവും ഓരോ വ്ളോഗായിട്ട് നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അപ്പോൾ പ്രേക്ഷകർക്ക് അതിൽ കയറിയാണ്ട് കാണാം. അതായത് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളെ മരുമക്കൾ കണ്ടുകാണ്ട് നിങ്ങളെ മുന്നിൽ ഒന്ന് സല്യൂട്ട് അടിക്കും. മരുമക്കൾ ഇപ്പൊ എവിടെ ഉള്ളത്? ഏത് രാജ്യത്തെ UK അടുത്ത ചാർട്ടേഡ് ഫ്ലൈറ്റ് വിളിച്ചവരോട് വരും. എന്നിട്ട് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഒരു സല്യൂട്ട് ഉണ്ടാവും. സോറി അമ്മ, വി അണ്ടർഎസ്റ്റിമേറ്റഡ് യു എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പൊ അവര് നിങ്ങൾക്ക് എന്തായാലും ഒരു കോള് വരും, ഉറപ്പാണ്. മരുമക്കളുടെ അടുത്ത് നോക്കാം. അപ്പോ എല്ലാരും ഞെട്ടും മൊത്തത്തില്. അപ്പോ നമുക്ക് വീണ്ടും അല്ലേ ഇതേപോലെ സ്കൂള് കണ്ടാ ഞെട്ടും. ഏതാണ് സ്കൂൾ? ഏത് സ്കൂൾ ഇറക്കിയതിന്? ഏത്? സിത്താരി സ്കൂള്. വലിയ സ്കൂളാ അല്ലേ? ഇത് എവിടെ കറക്റ്റ് പ്രോപ്പർ സ്ഥലം? കാഞ്ഞങ്ങാടുന്ന് ഒരു 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ കാഞ്ഞങ്ങാടുന്ന്. വീടിന്റെ അടുത്ത് തന്നെ അല്ലേ? വീട്ടിന്ന് 3/4 മണിക്കൂർ. 20 മിനിറ്റ്. ഓക്കെ. അപ്പൊ ഏതായാലും ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. ഇനി ഞങ്ങൾക്ക് ഇന്നും നാളെയും കൂടെ ഉണ്ട്. അപ്പൊ ബാക്കി വിശേഷങ്ങളായിട്ട് നമ്മുടെ വ്ളോഗിൽ നമ്മൾ ഉണ്ടാവും. ഓക്കെ. ഇതാണ് ബാങ്കോക്കിലെ അല്ലെങ്കിൽ തായ്ലൻഡിലുള്ള 7-Eleven കേട്ടോ. അതായത് ഇവിടെ കയറിയാൽ നമുക്ക് ഒരുവിധ സാധനങ്ങളൊക്കെ ഒരു ഓക്കെ റേറ്റിൽ സംഭവങ്ങൾ നമുക്ക് കിട്ടും. എല്ലാ സാധനങ്ങളും ഉണ്ടാവും ചെയ്യും 7-Eleven. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഹോട്ടൽ സോളിറ്റയർ. ഇനി ഇവിടെ വേറൊരു സാധനമുണ്ട്. ഇവിടുത്തെ ഫേമസ് സാധനമാണ് ഈ ടുക് ടുക്. തായ്ലൻഡിൻ്റെ നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ ഇതിലില്ലാത്ത സെറ്റപ്പ് ഇല്ല. വാമ്പ വണ്ടി. ഇത് നോക്കി, സൗണ്ടൊക്കെ നോക്കി, സീൻ വണ്ടി കേട്ടോ ടുക് ടുക്. ആ പോണേ. ഓ അപ്പോൾ സുഹൃത്തുക്കളെ, നെസ്വയ്ക്ക് വേണ്ടി പെഷ്വ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ ഇന്ന് രാത്രി ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. നമ്മൾ നാളെ തായ്ലൻഡോട് ഇവിടെ പറയാണ്. അപ്പോൾ നെസ്വയ്ക്ക് വേണ്ടി പെഷ്വ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നു. ഹാപ്പി അല്ലേ? കമോൺ. ഇന്ത്യൻ ഹോട്ടലാണ്. എനിക്ക് വേണ്ട ഫുഡ് എന്താ ചെയ്യുക കഴിക്കാം. എന്നിട്ട് ബില്ല് ജനം കൊടുത്തേണ്ട ഇറങ്ങിപ്പോരാ കേട്ടോ. വാ. 2 പിഞ്ചു ബാലന്മാരുടെ അത്ഭുത പ്രകടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ട്രിപ്പ് തുടങ്ങി 4 ദിവസമായപ്പോൾ 40 വട്ടം തെറ്റി ലക്ഷ്വ. ഓൾ ഇന്ത്യ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയിരിക്കുന്നു. ദിവസത്തിൽ 10 തവണ തെറ്റി ഇന്നിതാ 4ാമത്തെ ദിവസം 40 പ്രാവശ്യം തെറ്റിയിരിക്കുന്നു. ആ ഒരു റെക്കോർഡ് തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. നാളത്തെ ഒരു ദിവസം ഒരു 10 വട്ടം കൂടി മുഴുവനാക്കിയാൽ 50 പ്രാവശ്യം തെറ്റി. 5 ദിവസത്തെ ട്രിപ്പിൽ 50 ദിവസം തെറ്റിയ ഒരേ ഒരു വനിത ഇന്ത്യൻ ചരിത്രത്തിൽ ഇതൊരു പൊൻതൂവലായി മാറാൻ പോകുന്നു. നഷ്വ ഫ്രം മഞ്ചേരി.
ഞാൻ പോളെ പബ്ലിക്കിൽ നിന്ന് ഇതാക്കിന്ന് പറഞ്ഞു. സെക്ഷന്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് സ്നേഹം കൊടുത്താൽ മതി. സെക്ഷനൊന്നും കൊണ്ടൊന്നും നീ ഇറങ്ങേണ്ട ആവശ്യമല്ല. അപ്പൊ സെക്ഷനെ ബുദ്ധിമുട്ടിക്കേണ്ടതാണ് വക്കീൽ പറയുന്നത്. എല്ലാവരും കമന്റിൽ പറയും എനിക്ക് സെക്ഷൻ അറിയായിട്ടുണ്ട്, അറിയായിട്ടല്ല. വെറുതെ സെക്ഷനെ ബുദ്ധിമുട്ടിക്കേണ്ട. പിന്നെ നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ത് കച്ചവടം ഞങ്ങളെ വിളിക്കും. അങ്ങനെ ഓക്കെ ഇല്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ. ഓക്കെ ലെറ്റ്സ് ഗോ. കണ്ടോ? അപ്പോൾ സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള കേസുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വക്കീലുമായി എല്ലാവരും കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. കോഴിക്കോട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ ഓഫീസ് തീർപ്പാക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ ബാങ്കോക്കിലെ ലാസ്റ്റ് നൈറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മമാരെയൊക്കെ കൊണ്ട് ജസ്റ്റ് ഒരു വാക്കിന് വേണ്ടി ഇറങ്ങിയതാണ്. ബാങ്കോക്കിൻ്റെ തെരുവുകളിലൂടെ അങ്ങോളം ഇങ്ങോളം നടക്കുന്നു. नहीं 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 भैया, गाना ऑलरेडी गाना. ओके ओके इंशाल्लाह नेक्स्ट टाइम. ओके ओके സെറ്റ് സെറ്റ്. ഓക്കെ ഫൈൻ. ഹലാൽ റെസ്റ്റോറൻ്റ് ആണെന്നൊക്കെ പറഞ്ഞാണ്ട് വല്ല കാർഡ് ഉണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളെ അമ്മമാർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളേ സ്ട്രീറ്റിൽ കൂടെ കുറേ അങ്ങോട്ട് നടന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ടുക്ക് ഉണ്ട്, പക്ഷേ ഭയങ്കര റേറ്റാണ് പറയുന്നത്. അപ്പോൾ അമ്മമാർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടുക്കിൻ്റെ ആൾക്കാരോട് സംസാരിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഒരു സംസാരിച്ചിട്ട് റെഡി ആയില്ല. അപ്പോൾ ഞാൻ പോയി ഇടപെട്ടോ അവിടെ. എന്തായി കിട്ടിയോ? ടുക്ക് ഓക്കെ ആയോ? എക്സ്പീരിയൻസ് 100. No maximum. 150 maximum. 150 maximum. 120. ഗൈസ് നമ്മൾ ഇടപെട്ടിടും ഒന്നും വർക്കൗട്ട് ആവണില്ല. അപ്പൊ എല്ലാവരും നടക്കാനുള്ള പ്ലാനിലെത്തി. കാര്യമില്ല, ഒരു പൊടിക്ക് ഒരു താവണില്ല. 100 കിട്ടിയോ? 100 കിട്ടി. പോയി വരൂ. ഹാപ്പി ജേണി. ബൈ ബൈ. ഓർക്ക് 100 കിട്ടി. ഞാൻ കുറച്ച് നടന്നു നോക്കല്ലേ. കുമാരേട്ട അടിപൊളിയാണ്. കുമാരേട്ട വിളില്ല. 100 ഭാഗത്ത് പറഞ്ഞിട്ടില്ലേ. നമുക്ക് കുറച്ച് നടന്നാലോ. ഇതേമാതിരി 100 കിട്ടുമ്പോൾ നമ്മൾ പോകുള്ളൂ കേട്ടോ. നമ്മൾ അതിവിടെ ശബ്ദം ചെയ്യണ പോക. എപ്പോഴാണ് 100 കിട്ടുന്നത് അപ്പോഴേ നമ്മൾ പോവുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ടുക്ക് കിട്ടി. നമ്മൾ ടുക്കിൽ യാത്ര ചെയ്യാൻ പോവാണ് കേട്ടോ. ടുക്ക് എങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. കയറിക്കോ. ടുക്ക് എക്സ്പീരിയൻസ് വിത്ത് ഭയ്യ. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പോൾ ടുക്ക് യാത്ര കേട്ടോ. ബാങ്കോക്ക് സിറ്റിയിലൂടെയുള്ള ടുക്ക് യാത്ര. സീൻ വണ്ടിയാണ്. നമുക്ക് ടുക്കിൽ കയറുന്നത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് നമ്മളിവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. സീൻ ഡ്രൈവിംഗ് ആണ്. എന്റെ ഫോണിലെടുത്തോ. വെറുതെ ടുക്ക് അറിയണേ. ബാങ്കോക്ക് സിറ്റി. भैया स्पीड करो. स्पीड जास्ती स्पीड. ट्राफिक ആണ്. ടുക്ക് യാത്ര. ഇങ്ങനെ കുറെ പിരാന്തമാര് വേറെ. എന്താണ് പോണത്? ടുക്ക് നമ്മളെ നാട്ടിലെ ഓട്ടോറിക്ഷ പോലെ ഇവിടെ ടുക്ക്. പവർ എന്ന് പറഞ്ഞാ ഇവർക്കുണ്ടത് സ്ലോ ആയിട്ടൊരു എടുത്തിട്ടൊരു പോക്ക്. ടുക്കിലൂടെയുള്ള ബാങ്കോക്ക് സിറ്റി.